മികച്ച നടനുള്ള കർണാടക സർക്കാരിന്റെ അവാർഡ് വരെ സ്വന്തമാക്കിയിട്ടുള്ള കന്നഡ സൂപ്പർ താരമാണ് ദർശൻ തൂഗുദീപ. സിനിമാ കഥ പോലെ പ്രതികാരവും തുടർന്നുള്ള കൊലപാതകവും സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ദർശനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ചിത്രദുർഗ സ്വദേശിയായ രേണുക സ്വാമി എന്ന യുവാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് താരത്തെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ബംഗളൂരു പോലീസ്. ദർശനെ കൂടാതെ കേസുമായി ബന്ധപ്പെട്ട 10 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മൈസൂരിലെ ഫാം ഹൗസിൽ നിന്നാണ് ദർശനെ പോലീസ് പിടികൂടിയത്. ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ജൂൺ 8-നാണ് രേണുക സ്വാമി കൊല്ലപ്പെടുന്നത്. പിറ്റേ ദിവസം കാമാക്ഷി പാളയത്തിന് സമീപമുള്ള അഴുക്കുചാലിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നായിരുന്നു പ്രാഥമിക നിഗമനമെങ്കിലും തുടർന്നുള്ള അന്വേഷണത്തിലാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. തെരുവ് നായ്ക്കൾ അഴുക്കുചാലിൽ നിന്നും മൃതദേഹം കടിച്ചു പറിക്കുന്നത് വഴിയാത്രക്കാർ കണ്ട് പോലീസിൽ വിവരം അറിയിച്ചതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. മൃതദേഹം ആരുടേതാണെന്ന് അന്വേഷിക്കുന്നതിനിടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഗിരിനഗർ സ്വദേശികളായ 3 പേർ പോലീസിന് മുന്നിൽ കീഴടങ്ങിയിരുന്നു. സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് മൂവരും പറഞ്ഞു. എന്നാൽ പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കൊലപാതകത്തിന് പിന്നിലെ കൃത്യമായ കാരണം കണ്ടെത്തിയത്. നടൻ ദർശന്റെ നിർദ്ദേശപ്രകാരമാണ് കൊലപാതകം നടത്തിയതെന്നാണ് പ്രതികൾ വെളിപ്പെടുത്തിയത്. നടി പവിത്ര ഗൗഡയുമായി ബന്ധപ്പെടുത്തി ദർശന്റെ ഭാര്യ വിജയലക്ഷ്മിക്ക് രേണുക സന്ദേശം അയച്ചിരുന്നുവെന്നും ഇതാണ് താരത്തെ പ്രകോപിപ്പിച്ചതെന്നുമാണ് വിവരം. വിജയലക്ഷ്മിയും പവിത്രയ്ക്കെതിരെ രംഗത്തെത്തിയിരുന്നു. ദർശനും പവിത്രയും സുഹൃത്തുക്കളാണെന്നാണ് കന്നഡ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. രേണുക സ്വാമി സന്ദേശങ്ങൾ അയക്കാറുണ്ടെന്ന് മനസ്സിലാക്കിയ ദർശൻ ചിത്രദുർഗയിലെ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റിനെ ഫോണിൽ വിളിച്ചു. ചിത്രദുർഗയിൽ നിന്ന് നഗരത്തിൽ എത്തിച്ച അദ്ദേഹത്തെ ശനിയാഴ്ച ഷെഡിനുള്ളിൽ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഓടയിൽ തള്ളുകയായിരുന്നു. നേരത്തെ വളർത്തുനായ്ക്കളെ ഉപയോഗിച്ച് മറ്റൊരു യുവതിയെ ആക്രമിച്ചെന്ന പരാതിയിൽ ദർശനെതിരെ ബംഗളൂരു പോലീസ് കേസെടുത്തിരുന്നു. വീടിന് സമീപം കാർ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ദർശന്റെ സഹായികളുമായി വാക്കുതർക്കം ഉണ്ടായതിന് പിന്നാലെ അവിടുത്തെ വളർത്തുനായ്ക്കൾ തന്നെ ആക്രമിച്ചെന്ന് യുവതി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. നിർമ്മാതാവ് കൂടിയായ ദർശൻ തൂഗുദീപ പ്രൊഡക്ഷൻസ് എന്ന പ്രൊഡക്ഷൻ ഹൗസിന്റെ ഉടമ കൂടിയാണ്. 2013-ൽ മികച്ച നടനുള്ള കർണാടക സർക്കാരിന്റെ അവാർഡും ലഭിച്ചിട്ടുണ്ട്. അനതാരു, ക്രാന്തിവീര സംഗൊല്ലി രായണ്ണ, കാറ്റേര തുടങ്ങിയ കന്നഡ ചിത്രങ്ങളിലൂടെയാണ് ദർശൻ ശ്രദ്ധേയനാവുന്നത്. കന്നഡയിൽ ശിവരാജ് കുമാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരമാണ് ദർശൻ. ഡി ബോസ് എന്ന് വിളിക്കുന്ന ദർശൻ പലപ്പോഴും രാഷ്ട്രീയ വേദികളിലും കന്നഡ പ്രക്ഷോഭ വേദികളിലും സാന്നിധ്യമാകാറുണ്ട്. മുതിർന്ന കന്നഡ നടൻ തൂഗുദീപ ശ്രീനിവാസിന്റെ മകനാണ് ദർശൻ. 2001-ൽ മജസ്റ്റിക് എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു. കറ്റേറയായിരുന്നു അവസാന ചിത്രം. ഇപ്പോൾ ഡെവിൾ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു വരികയാണ്. ഇതിനു മുമ്പും വിവാദമായ പല കേസുകളും ഇദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുണ്ട്. 2011-ൽ ഭാര്യ ഗാർഹിക പീഡന പരാതി നൽകിയിരുന്നെങ്കിലും പിന്നീട് അത് ഒത്തുതീർപ്പാക്കുകയായിരുന്നു.